പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യർ 1:7 അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. പഴയ നിയമകാലത്തെ സീനായി പർവ്വതത്തിൽ വെച്ച് ഇസ്രായേലിന് ന്യായപ്രമാണം നൽകപ്പെട്ടു. അപ്പോൾ ആ പർവ്വതം അഗ്നിയാൽ കത്തി ഭയങ്കരമായ ഇടിമുഴക്കവും മിന്നലും ഉണ്ടായി. സീനായി പർവ്വതം ഭൂമണ്ഡലമായി മാറി. ആ പ്രമാണം നേടി ഇസ്രായേൽ ജനങ്ങൾ അതിൻ പ്രകാരം ജീവിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടി. ന്യായപ്രമാണം കൈക്കൊള്ളുവാൻ സാധിക്കാത്ത ഇസ്രായേലിയർ ശാപത്തിലകപ്പെട്ടു. എന്നാൽ കൃപയുടെ ധനപ്രകാരം ക്രിസ്തു പുതിയ നിയമത്തിലൂടെ കാൽവരി വലയിൽ വെച്ച് കൃപയുടെ പ്രമാണം നമുക്ക് നൽകുവാൻ പ്രസാദമായി. അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം എഴുതി: ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ജയം വരിച്ച ജീവിതം നയിപ്പനായി കൃപയുടെ ധനവും കരുണയുടെ ധനവും കർത്താവിൽ നിന്ന് ധാരാളമായി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിമിഷവും ദൈവകൃപ നമ്മെ താങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നാം കരുണ പ്രാപിപ്പാനും തക്ക സമയത്ത് സഹായിക്കുന്ന കൃപ പ്രാപിപ്പാനും വേണ്ടി ധൈര്യപൂർവം കൃപാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലണം. ഹല്ലേലൂയ. ചരിത്രത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ എന്ന ഭക്തനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അതിരാവിലെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുമത്രേ. പിന്നീട് അദ്ദേഹം വീതിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മേലുണ്ടായിരുന്ന കൃപയുടെ ധനത്താൽ ജനങ്ങൾ ആകർഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. ഹല്ലേലൂയ. രാവിലെ തോറും കർത്താവിന്റെ കൃപ പുതുതാകുന്നു. ആകയാൽ കൃപയുടെ ധനം പ്രാപിപ്പാനായി അതിരാവിലെ കാത്തിരുന്ന് ദൈവകൃപ പ്രാപിച്ച് കൃപയിൽ വളരുവീൻ. യാചിക്കുന്നവന് ലഭിക്കുന്നു. മോശഭക്തൻ ഹൃദയമുരുകി ഇപ്രകാരം പ്രാർത്ഥിച്ചു: കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ദൈവമക്കളായ നാം ഭാഗ്യമുള്ളവർ തന്നെയാകുന്നു. യേശു ക്രിസ്തു മുഖാന്തരം കൃപയുടെ ധനം നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. കൃപയെ ആനന്ദിച്ച് അറിയുവാനായി എന്നും ഈ കൃപ നമ്മളെ തട്ടി ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമെന്ന് മാത്രമാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കൃപയുടെ ധനമുള്ളവരായി ജീവിക്കണമെങ്കിൽ എപ്പോഴും കർത്താവിന്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും അധികം താഴ്മയോട് നടന്നുകൊള്ളുവീൻ. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിമയുള്ളവർക്ക് അവൻ കൃപ ധാരാളം നൽകുന്നു. ഹല്ലേലൂയ. ഇന്ന് കൃപയാൽ എനിക്ക് നിങ്ങൾക്കും ദൈവം കൃപ തന്നു. സാൽവേഷൻ രക്ഷിക്കപ്പെടുവാൻ നമ്മൾ ഇടയായി, ക്രിസ്തുവിനോട് ചേരുവാൻ ഇടയായി. എപ്പോഴും അവൻ നമ്മെ വിളിച്ചതോർത്ത്, നമ്മളെ തെരഞ്ഞെടുത്തതോർത്ത്, ആ ഒരു വിളിയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഹല്ലേലൂയ. God bless you.